ഹലോ ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ബ്ലോഗിലേക്ക്. സാംസങ്ങിൻ്റെ ഈ വർഷത്തെ ഒരു ഫ്ലാഗ്ഷിപ്പ് ഫോണാണ് നമ്മളിവിടെ ഇന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത്. സാംസങ് ഗാലക്സി S10 പ്ലസും സാംസങ് ഗാലക്സി S10ഉം. സാംസങ്ങിൻ്റെ സ്മാർട്ട് ഫോൺ രംഗത്തെ 10th ഇയറാണിത്. അതുകൊണ്ട് തന്നെ വളരെ നല്ലൊരു മോഡലായിട്ട് തന്നെ നമുക്ക് സാംസങ് S10 പ്ലസിനെയും S10നെയും പറയാം. S10 പ്ലസ് വന്നിരിക്കുന്നത് 6.4 ഇഞ്ച് ഡിസ്പ്ലേ ആയിട്ടാണ്. S10 ആണെങ്കിൽ 6.1 ഇഞ്ച് ഡിസ്പ്ലേയും. ഇതിന് ഡിസ്പ്ലേയിൽ യൂസ് ചെയ്തിരിക്കുന്നത് കോഡ് HD+ പാനലാണ്. ഒഫീഷ്യലി വേൾഡ് ഫസ്റ്റ് HDR+ സ്ക്രീൻ വരുന്ന ഫോണുമാണിത്. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇരിക്കുന്നതാണ് S10 പ്ലസ്. ഇതിൻ്റെ സ്പെസിഫിക്കേഷനൊക്കെ നമുക്ക് സ്ക്രീനിൽ കാണാം. ഇതിൻ്റെ റിയർ സൈഡിൽ 3 ക്യാമറയാണ് വരുന്നത്. മെയിൻ ക്യാമറ 12 MP ടെലിഫോട്ടോ ക്യാമറയാണ്. അതിൻ്റെ അടുത്ത് തന്നെ വരുന്ന സെക്കൻഡ് ക്യാമറ 12 MP തന്നെ വൈഡ് ആംഗിൾ ക്യാമറയാണ്. തേർഡ് ക്യാമറ വരുന്നത് 16 MP അൾട്രാ വൈഡ് ക്യാമറയാണ്. അൾട്രാ സോണി വൈഡ് ആംഗിൾ ലെൻസ് പുതിയതായിട്ടാണ് സാംസങ് ഫോണുകളിൽ കൊണ്ടുവന്നിരിക്കുന്നത്. മ്യൂസിക് പ്ലേ ചെയ്യുമ്പം എല്ലാ സാംസങ് ഫോണുകളിലും കാണുന്നത് പോലെ തന്നെ നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആണ് സൗണ്ട്. വേറെ ഒരു പുതുമയുള്ളൊരു കാര്യം, നമ്മൾ സാധാരണ സാംസങ് ഫോണുകളിൽ കണ്ടുവന്നിരിക്കുന്നത് ഫിംഗർ പ്രിൻ്റ് ബാക്ക് സൈഡാണ്. ഈ ഫോണിൽ ഫിംഗർ പ്രിൻ്റ് വരുന്നത് ഫ്രണ്ട് സൈഡിലാണ്. അതിൻ്റെ സ്ക്രീനോട് തന്നെ ചേർന്നാണ് ഫിംഗർ പ്രിൻ്റ് വരുന്നത്. അൾട്രാസോണിക് സെൻസർ ആയതുകൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് അൺലോക്ക് ചെയ്യാം. അതുപോലെ തന്നെ ഫേസ് അൺലോക്ക് ഓപ്ഷനും വരുന്നുണ്ട്. അത്യാവശ്യം നല്ലൊരു ഡിസൈനിൽ തന്നെയാണ് ഈ ഫോൺ വന്നിരിക്കുന്നത്. അത്യാവശ്യം നല്ലൊരു സ്ലിമ്മുമാണ്. എത്ര വലിയ സൺലൈറ്റിൽ നമുക്ക് സിമ്പിളായിട്ട് ഫുൾ ഡിസ്പ്ലേ ഫുൾ ബ്രൈറ്റ്നെസ് കൂട്ടാതെ തന്നെ നമുക്ക് സിമ്പിളായിട്ട് റീഡ് ചെയ്യാനും നമുക്ക് ആപ്പ് യൂസ് ചെയ്യാനും എല്ലാം പറ്റും. അത്രയ്ക്ക് നല്ലൊരു ഡിസ്പ്ലേ ആണ് ഈ ഫോണിൽ വരുന്നത്. ക്യാമറയിൽ വേറൊരു പുതുമയായിട്ടുള്ളൊരു കാര്യം, ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസർ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം നമ്മൾ നടന്നു പോകുമ്പോഴോ ഓടിപ്പോകുമ്പോഴോ ഒക്കെ നമ്മൾ വീഡിയോ എടുത്ത ഒരു ഷെയ്ക്ക് വളരെ ഒരു 60% ഷെയ്ക്കൊക്കെ നമുക്ക് കുറച്ച് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ എൻ്റെ ഇരിക്കുന്നതാണ് S10. ഒരുപാട് വ്യത്യാസമൊന്നുമില്ല. സ്പെസിഫിക്കേഷൻ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. 2.3 ഇഞ്ചിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ ഡിസ്പ്ലേക്ക്. ഇത് പക്ഷേ കുറച്ചുകൂടെ നമുക്ക് ഈസിയാണ് കയ്യിൽ കൊണ്ട് നടക്കാനും പോക്കറ്റ് ഇടാനും കുറച്ചുകൂടെ സിമ്പിളായിട്ടാണ്. എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടത് S10 ആണ്. ഇനി ഫ്രണ്ട് ക്യാമറയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഫ്രണ്ട് ക്യാമറയിൽ 2 ക്യാമറ വരുന്നുണ്ട്. ഒന്ന് 10 MP ക്യാമറയും വേറൊന്ന് 8 MP ക്യാമറയും. ഫ്രണ്ട് ക്യാമറയിലും നമുക്ക് 4K റെക്കോർഡിങ് പറ്റും. ബാക്ക് ക്യാമറയിലും പറ്റും 4K. ഫ്രണ്ട് ക്യാമറയിൽ പറ്റുന്നത് കുറച്ച് വ്ളോഗേഴ്സിനൊക്കെ കുറച്ചുകൂടെ യൂസ് ചെയ്യാൻ നല്ലതാണ് ഈ ഫോൺ. ബാറ്ററി വരുന്നത് 4100 mAh ആണ്. ഏകദേശം എല്ലാ സ്മാർട്ട് ഫോൺ പോലെ തന്നെ നമുക്ക് 24 hours അത്യാവശ്യം യൂസ് ചെയ്യാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. സോ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. അത്യാവശ്യം കുറച്ചൊക്കെ സ്പെസിഫിക്കേഷനെ ഞാൻ ഇതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളൂ. ബാക്കി നിങ്ങൾക്ക് സ്ക്രീൻ നോക്കിയാൽ കാണാം. സോ താങ്ക് യു സോ മച്ച്. ആൻഡ് തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.